യോഗത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് കന്യാസ്ത്രീ സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ച് അവരെ ജയിൽ വിമോചിതമാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഭാഗത്തുനിന്നുണ്ടാകും. തൂമ്പ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് എക്കാലവും ധൈര്യമുണ്ട്. ആരും ഭയപ്പെടുന്നത് പോലെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കേക്കും ലഡുവും തന്നതുകൊണ്ട് സുവിശേഷത്തിന്റെ ആദർശം മറന്നവരാണ് എന്ന് ഞങ്ങളെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ, തെമ്മാടിത്തത്തെ തെമ്മാടിത്തം എന്ന് വിളിക്കാനുള്ള ആർജവത്വം ഞങ്ങൾ ആർക്കും പണയം വെച്ചിട്ടില്ല. എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ളതാണ് മതവിശ്വാസവും ആരാധനയും. അത് പ്രചരിപ്പിക്കലും അതിന് സ്വതന്ത്രമായ അവകാശമുണ്ട്. അതല്ലാതെ ഉള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കയ്യേറ്റമാണ്. അത് ഒരിക്കലും അനുവദിക്കാവുന്നതല്ല. നമസ്കാരം. സിസ്റ്റർ പ്രീതി മേരിയുടെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെയും തടവ് നീളുന്നതിനിടെ അമിത്ഷായുടെ ഉറപ്പ് വരുന്നു. കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല. NIA അന്വേഷണത്തെ അനുകൂലിക്കില്ല. സെഷൻസ് വിധിക്കെതിരെ അപ്പീൽ നൽകും. വിധി റദ്ദാക്കാൻ അനുകൂല നിലപാടെടുക്കും. നിയമസഹായം നൽകും. UDF LDF MP മാർക്കാണ് ഷായുടെ ഉറപ്പ്. BJP ആണ് പാർട്ടി. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത കൂട്ടർ. അമിത്ഷായുടെ വാക്ക് അതുകൊണ്ട് വിശ്വസിക്കാമോ? മന്ത്രിമാർക്ക് മിണ്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വിരുദ്ധനുണ്ട്, ജോർജ് കുര്യൻ. അമിത്ഷായ്ക്ക് മിണ്ടാൻ കഴിയുന്നുണ്ടല്ലോ കുര്യ എന്ന് മാന്യദേഹത്തോട് ചോദിക്കുന്നു. നേരം കിട്ടിയാലുടൻ പ്രാർത്ഥനാഗീതം ആലപിക്കലും സ്വർണ്ണ കിരീടം വെക്കലുമായി നടക്കുന്ന രണ്ടാമത്തെ വിദ്വാൻ സുരേഷ് ഗോപിയാണ്. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഇന്നു രാത്രിയും നാളെയുമായി രാജീവ് ചന്ദ്രശേഖർ അരമന കയറിയിറങ്ങാൻ നടക്കുന്നുണ്ട്. കിട്ടിയതൊന്നും പോരെ ക്രിസ്തീയ സഭകളെ എന്ന് തിരുമേനിമാരോടും ചോദിക്കേണ്ട കാലം. ഛത്തീസ്ഗഡിൽ നിന്നും ഊരാൻ നോക്കുന്നവരുടെ തനിനിറം കണ്ടെന്ന് പറയാൻ അരമന മനസ്സ് തയ്യാറാകുമോ? 2 കേന്ദ്രമന്ത്രിമാർക്ക് മുഖമടച്ചു മറുപടി കൊടുക്കുമോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. മലയാളി കേന്ദ്രമന്ത്രിമാരെ കണ്ടവരുണ്ടോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും K. അനിൽകുമാർ, കാത്തലിക് കോൺഗ്രസിന്റെ പ്രതിനിധി ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ എന്നിവർ തത്സമയം ചേരുന്നു. അല്പസമയത്തിനകം NK പ്രേമചന്ദ്രൻ MP-യും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ K. അനിൽകുമാർ, പ്രേമൻ ഒരു മീറ്റിംഗിലാണ്, അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രേമേന്ദ്രനിൽ തന്നെ നേരിട്ട് കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നു. എന്തായാലും LDF സംഘവും ഇന്ന് അമിത്ഷായെ കണ്ടല്ലോ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്താണ്? അത് വിശ്വസിക്കാമോ ശ്രീ അനിൽകുമാർ? ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട 2 സന്യാസിനിമാർ, സഭാ പ്രവർത്തകരായിട്ടുള്ള 2 സന്യാസിനിമാർ ജയിലിൽ കിടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യമായി കരുതുന്നവരാവില്ല അവരെന്നാണ് എൻ്റെ ധാരണ. കാരണം BJP ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് സഭാവസ്ത്രം ധരിച്ച് സഞ്ചരിക്കാനോ ആ മതവിശ്വാസം പ്രചരിപ്പിക്കാനോ അതിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും നടത്താനോ സാധിക്കാത്ത വിധം നിരവധിയായ കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇപ്രകാരം ധൈര്യസമേതം യാത്ര ചെയ്ത 2 സഹോദരിമാരെന്ന നിലയ്ക്ക് അവർ അവരുടെ സഭാവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്തുദേവൻ്റെ യാത്രയിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ദൈവവിധിയാണ് താൻ അനുഭവിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ദൈവഹിതമാണ് ഞാൻ നടപ്പാക്കുന്നത്. തൻ്റെ ദേഹത്ത് ആഴ്ന്നിറങ്ങുന്ന ഓരോ മുള്ളാണിയും ആ ദൈവഹിതത്തിൻ്റെ ഭാഗമായി യാതന നിർഭരമായൊരു ജീവിതത്തിലൂടെ എൻ്റെ ശരീരം വിഭജിക്കപ്പെടാൻ, എൻ്റെ രക്തം ഒഴുക്കപ്പെടാൻ, അതിലൂടെ പാപത്തിൻ്റെ മോചനത്തിന് ഒരവസരമുണ്ടാകാൻ ജനങ്ങൾക്ക് അവസരം കിട്ടട്ടെ എന്ന തരത്തിൽ യാതന ഏറ്റുവാങ്ങുന്നൊരു ക്രിസ്തുമാർഗത്തെക്കുറിച്ചാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകളായ 2 സഹോദരിമാർക്ക് വേഗം ജയിലിൽ നിന്നിറങ്ങണം, അതിലൂടെ എന്തോ ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുന്നവരാണ് അവർ എന്ന് ഞാൻ കാണുന്നില്ല. ഇവിടെ ഭരണപരമായൊരു വീഴ്ചയോ അതിൻ്റെ ഭാഗമായി തിരുത്തലോ എന്ന നിലയ്ക്ക് ഈ പ്രശ്നത്തെ ചുരുക്കി കാണാൻ CPM ആഗ്രഹിക്കുന്നില്ല. ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റിന് ഭരണപരമായൊരു വീഴ്ച പറ്റി. ആ വീഴ്ച തിരുത്താൻ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ UDF-ലെയും അല്ലെങ്കിൽ BJP-യിലെ തന്നെയും ആളുകളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി
BJP കേന്ദ്ര നേതൃത്വമോ കേന്ദ്ര സർക്കാരോ തയ്യാറായി. അതിന് അമിത്ഷാ ഒരു നിമിത്തമായി എന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ CPM തയ്യാറല്ല. ഇത്തരം കാര്യത്തിൽ ഒരു വിഷയത്തിനകത്ത് എന്തെങ്കിലും പരിഹാരം ഭരണപരമായി എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. ശരി, ശ്രേൽകുമാർ, ഞാൻ അങ്ങേലേക്ക് വരാം. പക്ഷേ അങ്ങേലേക്ക് വരാം. ശ്രേൽകുമാർ, ദേവീത ഒന്ന് സഹകരിക്കുക. ശ്രീ NK പ്രേമചന്ദ്രൻ MP ഇപ്പോൾ തത്സമയം എത്തിയിട്ടുണ്ട്. ശ്രീ NK പ്രേമചന്ദ്രൻ MP, എന്താണ് അമിത്ഷാ നൽകിയ ഉറപ്പ്? ഇല്ല, ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് പാർലമെന്റ് അംഗങ്ങൾ എഴുതി നൽകിയ ഒരു നിവേദനം, അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, അകാരണമായി ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീ സഹോദരിമാർക്ക് ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്, ആ നിവേദനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഏറ്റവും വലിയ പീഡനമാണ്. ശാരീരികമായ പീഡനം ആ രൂപത്തിൽ നടന്നില്ല എന്ന് മാത്രമല്ല, മാനസികവും ഒരു പരിധിവരെ ശാരീരികവുമായിട്ടുള്ള പീഡനത്തിന് വിധേയമായി. അവിടെ അന്വേഷണം നടത്തിയത്, പരിശോധന നടത്തിയത് പോലീസായിരുന്നില്ല, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആയിരുന്നില്ല, ബജ്രംഗൾ ദൾ പ്രവർത്തകരായിരുന്നു. അവരുടെ ബാഗ് പരിശോധിച്ചത്, ബൈബിൾ പുറത്തെടുത്തത്, പൈസ പുറത്തെടുത്തത്, എന്തിനേറെ പറയുന്നു, ബാഗ് തുറന്ന് അടിവസ്ത്രങ്ങൾ വരെ പരിശോധിച്ചത് മുഴുവൻ ബജ്രംഗദൾ പ്രവർത്തകരാണ്. അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് നടക്കുന്നത്. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ തരത്തിലുള്ള നിയമവാഴ്ചയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട്, നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് ബജ്രംഗദൾ പ്രവർത്തകർ നടത്തി അവർക്കെതിരായി ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റത്തിന് കേസെടുത്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങൾ നൽകിയ നിവേദനത്തിലെ രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ജാമ്യം കിട്ടുക എന്നതിനപ്പുറത്ത് അകാരണമായി മനുഷ്യക്കടത്തും അതുപോലെ തന്നെ മതപരിവർത്തനം എന്നുള്ള 2 വകുപ്പുകൾ ചേർത്ത് ജാമ്യമില്ലാത്ത നിലയിൽ ഇവരെ കൽത്തുറുങ്കിൽ അടച്ചതുമായി ബന്ധപ്പെട്ട ഈ കേസ് കള്ളക്കേസാണ്, കെട്ടിച്ചമച്ച കേസാണ്, ഒരു വസ്തുതകളുടെ പിൻബലവും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള കേസ്. ആ കേസിന്റെ FIR റദ്ദ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഈ കാര്യത്തെ സംബന്ധിച്ചൊക്കെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുകയും സമാന സ്വഭാവത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം എന്നതടക്കമുള്ള സമഗ്രമായ ഒരു നിവേദനമാണ് പാർലമെന്റ് അംഗങ്ങൾ ഒപ്പിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നൽകിയത്. പ്രധാനമന്ത്രി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ അത് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് റഫർ ചെയ്തു. അത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമായിരുന്നു, രേഖാമൂലം തന്നെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമായിരുന്നു. പരാതി നൽകിയ പാർലമെന്റ് അംഗങ്ങളെ വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഇന്ന് യോഗത്തിന് വിളിച്ചത്. ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തു. അപ്പോൾ അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ച അല്ലെങ്കിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇവർക്ക് ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും വളരെ അനുഭാവപൂർവമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വിശദാംശങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ഉന്നയിച്ചത്, ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഉന്നയിച്ചു. ഒന്ന്, അവർക്കെതിരായി ഈ തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്തിയവർക്കെതിരായിട്ടുള്ള കേസ്, ഈ കേസിന്റെ FIR റദ്ദ് ചെയ്യുന്ന വിവരം, ആ കേസിന്റെ FIR റദ്ദ് ചെയ്യുന്ന കാര്യങ്ങൾ അടക്കം തീർച്ചയായിട്ടും പിന്നീട് പരിശോധിക്കും, ഗവൺമെന്റ് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ കേസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കോടതിയിലേക്ക്, NIA കോടതിയിലേക്ക് വിട്ട നടപടി 100% നടപടികളുടെ ലംഘനമാണ്. ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഇത് പറഞ്ഞു. ആ സെഷൻസ് ജഡ്ജ് എന്തടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തന്നെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ആ നടപടിക്രമം തെറ്റാണ്. കാരണം ആ നടപടിക്രമം എന്ന് പറഞ്ഞത് NIA കോടതി കേസെടുക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വിശദമായി പരിശോധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ NIA കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യാൻ പാടുള്ളൂ. ഏത് കേസുകളാണ് NIA കോടതി പരിഗണിക്കുന്നത്? NIA കോടതി പരിഗണിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി മനുഷ്യക്കടത്തോ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിഫലമോ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് NIA കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യേണ്ടത്. സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള വിധിയുണ്ട്. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഞങ്ങളുമായി ഇന്ന് പങ്കുവച്ചു, ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ കഴിഞ്ഞ ദിവസം ബജ്രംഗദൾ പ്രവർത്തകർ കോടതിക്ക് പുറത്ത് വലിയ തോതിലുള്ള ബഹളവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അവിടുത്തെ സെഷൻസ് കോടതി ഏകപക്ഷീയമായി ഗവൺമെന്റിനെ കേൾക്കാതെ
പ്രതികളെ കേൾക്കാതെ, ആരെയും കേൾക്കാതെ ഈ കേസ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെഷൻസ് കോടതിയുടെ പരിധിയിൽ വരുന്നതല്ല, NIA കോടതിയുടെ പരിധിയിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ടായത്. അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സത്യത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ആ വീഴ്ച പരിഹരിക്കാൻ തൽക്കാലം ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ഇതിന്മേൽ ഹൈക്കോടതിയിലേക്ക് പോയാൽ വീണ്ടും കാലതാമസം എടുക്കും, അതുകൊണ്ട് NIA കോടതിയിൽ തന്നെ റഫർ ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെയും ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ വിഭാഗം ജാമ്യാപേക്ഷയെ എതിർക്കില്ല. ഒരു കാര്യം അദ്ദേഹം ഇന്ന് തുറന്ന് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ സമ്മതിച്ചു, ഈ നൺസ് അഥവാ കന്യാസ്ത്രീ സഹോദരിമാർ അവർ ഇന്നസെന്റ് ആണ്, അവർ നിരപരാധികളാണ്, അവരുടെ മോചനത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ഞങ്ങളോടൊപ്പമാണ്, അവരോടൊപ്പമാണ് എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. ഇത് പറയുമ്പോഴും ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ഒരു പ്രതികരണവും ഉണ്ടായില്ല. കുറെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഛത്തീസ്ഗഡിലെ പാർലമെന്റ് അംഗങ്ങൾ തന്നെ സഭയിൽ ഉന്നയിച്ചു, അവിടെ മനുഷ്യക്കടത്തും മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് കേസെടുത്തത് എന്നുള്ള നിലയിൽ BJPയുടെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ തന്നെ ഇന്നലെ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചു. ഇതൊക്കെ രാഷ്ട്രീയമാണ്, ഞാൻ അതിലേക്കൊന്നും ഈ അവസരത്തിൽ പോകുന്നില്ല, ഞാൻ നടന്ന കാര്യം നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ ഒരു നിലപാട് സ്വീകരിച്ച ഒരു ഘട്ടത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് സത്യത്തിൽ. പക്ഷേ ഇപ്പോൾ വലിയ സാങ്കേതിക പ്രശ്നമാണ്. സാങ്കേതിക പ്രശ്നമെന്ന് ചോദിച്ചാൽ NIA കോടതിയിലേക്ക് കേസ് വിട്ടെങ്കിലും കേസ് ഫയൽ അവിടെ എത്തിയിട്ടില്ല. അവിടുത്തെ കോടതിയുടെ കൈവശം കേസുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ കഴിയൂ. കോടതിയുടെ അപ്പോൾ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള അഭിഭാഷകരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു, അവരുമായി സംസാരിച്ചു, അവിടുത്തെ അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചു, കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ സംസാരിച്ചു. എന്തായാലും നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട് എന്താണ് നടപടി എന്ന നിലയിൽ NIA കോടതിയിലാണെങ്കിൽ ആ കോടതിയിൽ തന്നെ, പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയാൽ വീണ്ടും റിപ്പോർട്ടായി, നോട്ടീസായി, നടപടിക്രമങ്ങൾ വീണ്ടും വൈകും. എത്രയും പെട്ടെന്ന് ഇവരുടെ ബെയിൽ, കാരണം തിരുവസ്ത്രവുമായി ജയിലിൽ ഈ സന്യാസിനിമാർ, ഈ കന്യാസ്ത്രീ സഹോദരിമാർ കഴിയുക, അതും ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടാണെങ്കിൽ, ബോധപൂർവമോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിരപരാധികളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഈ സഹോദരിമാർ അവിടെ കഴിയുന്നത് നമ്മുടെ നിയമവാഴ്ചയ്ക്ക് മുന്നിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രധാനമായും ഞങ്ങൾ ഊന്നൽ നൽകിയത് അവരുടെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമായി കൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ രാജ്യത്താകെ ഉയർന്നു വന്ന പ്രതിഷേധം, ഇപ്പം കേരളത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് ചോദിച്ചു, BJPയുടെ MP ചോദിച്ചു, എന്താണ് എന്തിനേറെ പറയുന്നു, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുള്ള ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടി ദുർഗിൽ പോയി, അവിടെ ജയിലിൽ പോയി അവരെ സന്ദർശിച്ച് ഞങ്ങൾ കോൺഗ്രസും UDFും തുടർന്ന് LDFും ഒക്കെ കൂടി സംഘർഷഭരിതമാക്കിയത് കൊണ്ടാണ് ഈ പ്രശ്നം വഷളായത്. എന്തൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദമാണ്. കാരണം പ്രതിഷേധം ഉയരണ്ടേ, ഇത്തരമൊരു പ്രശ്നത്തിൽ പ്രതിഷേധം ഉയരണ്ടേ. അതാണ് ഞാൻ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞ ഇതാണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വെച്ചോ പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസ്, പോലീസ് നടപടികൾ സ്വീകരിക്കുന്നു, അവർക്ക് സംശയമുണ്ടായി നടപടികൾ സ്വീകരിക്കുന്നു, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് സംശയമുണ്ടായി അവർ കസ്റ്റഡിയിൽ എടുക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരാൾക്കൂട്ട വിചാരണ നടത്തിയതിന് ശേഷം പോലീസ് കേസെടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്ക് ആൾക്കൂട്ട വിചാരണ മാറുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് റൂൾ ഓഫ് ലോ ആണ്, എന്ത് നിയമവാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത്? ഞെട്ടിപ്പിക്കുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഘട്ടം ഘട്ടമായി ഒന്ന് ഈ പ്രശ്നം ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഇതൊരു വലിയ രാജ്യം നേരിടുന്ന ഗൗരവതരമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നം ക്യാമ്പയിനിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ വേറെ ബദൽ നടപടികളാണ്, മറ്റു നടപടികളാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരുപക്ഷെ ഉയർന്നു വന്ന ജനകീയ പ്രതിഷേധവും വന്ന രാഷ്ട്രീയ സമ്മർദ്ദവും ഇതിന്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള പൊതുജനാഭിപ്രായത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഗവൺമെന്റ് ഇന്ന് വളരെ അനുഭാവപൂർവമായിട്ടുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ ഉണ്ടായ സാഹചര്യത്തിൽ അത് എത്രമാത്രം ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. ഏതായാലും ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടിയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഭാവി നടപടികളെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഒരു ഗവൺമെന്റാണ്, വ്യക്തിയല്ല പ്രശ്നം, ഒരു ഗവൺമെന്റാണ്, ഉത്തരവാദപ്പെട്ട രാജ്യത്തെ ഗവൺമെന്റാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യത്തെ പരമോധികാര ജനാധിപത്യ സഭയായിട്ടുള്ള പാർലമെന്റ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ പാർലമെന്റിന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ശരി, ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്,
ഈ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചത് NIA കോടതിയിലേക്ക് പോവുക എന്നൊരു ആലോചനയിൽ എത്തി നിൽക്കുന്നു എന്നാണ്. പക്ഷെ അവിടേക്ക് കേസ് ഫയലുകൾ എത്തിയിട്ടില്ല എന്ന് പറയുന്ന സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. അത് തമ്മിലൊരു പൊരുത്തക്കേടുണ്ട്. ഹൈക്കോടതിയിലേക്കാണോ ഈ ജാമ്യത്തിന് വേണ്ടി അടിയന്തരമായി നാളെ നീങ്ങാൻ പോകുന്നത്? ചോദ്യം 1. 2, ഇവിടെ ഈ അമിത്ഷാ പറയുകയുണ്ടായല്ലോ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തിട്ടില്ല, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതികളുടെ ഭാഗം കേട്ടിട്ടില്ല, എന്നിട്ടും ഇത് NIA കോടതിയിലേക്ക് വിടുകയായിരുന്നു എന്ന്. അങ്ങനെയാണോ കോടതിയിലുണ്ടായത്? രണ്ടിനുമുള്ള മറുപടി. ഞാൻ ഇതിനെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തെ മറച്ചുവെക്കാൻ കഴിയില്ല. അതായത് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം, ആ സംസ്ഥാനം ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടല്ലോ. അവിടെ ഈ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി അവിടെയുണ്ട്. അവരിൽ നിന്ന് ഇതിനോട് എന്ത് പ്രതികരണമാണ് കണ്ടതെന്ന് പലപ്പോഴും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളത് വസ്തുത ഇവിടെയെല്ലാം ബഹളവും പ്രശ്നങ്ങളും സമരങ്ങളും എല്ലാം ആർജവത്തോടെ ഏറ്റെടുക്കുമ്പോൾ ഈ ബന്ധപ്പെട്ട സംസ്ഥാനത്ത് MP-മാരുണ്ട്, ബന്ധപ്പെട്ട സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുണ്ട്, അവരിൽ നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നില്ലല്ലോ ഇതിനെതിരെ എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി ഹൈക്കോടതിയിലേക്കാണോ NIA-യിലേക്കാണോ കോടതി ഈ കേസ് റെഫർ ചെയ്യുക എന്നുള്ളത് കേന്ദ്രമന്ത്രി പറഞ്ഞത് സ്വാഭാവികമായിട്ട് നമുക്ക് വിശ്വാസം എടുക്കണം. ബഹുമാനപ്പെട്ട MP സൂചിപ്പിച്ചതുപോലെ NIA-ക്ക് തന്നെയാണ് വിടുന്നത്. കാരണം ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ നൂലാമാലകൾ ഉണ്ടാകുന്നതുകൊണ്ട് വീണ്ടും കാലതാമസം ജാമ്യം കിട്ടാൻ നേരിടും, അനുഭവിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ NIA-യിലേക്ക് വിടുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര BJP-യെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിനകത്ത് അവർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ഇത്തരത്തിൽ NIA-ക്ക് വിട്ട് ആ പ്രശ്നങ്ങള് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്ത് ഈ സിസ്റ്റേഴ്സിന് നീതി നടപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന മൈലേജ് ഇവർക്കും ആ തരത്തിൽ ഡിമാൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ള സ്വാഭാവികമായിട്ട് ഒരു ചിന്ത അവർ രാഷ്ട്രീയമായി ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് NIA-യിൽ വെച്ചിട്ട് ഈ കേസ് സെറ്റിൽ ചെയ്യണമെന്ന് ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നത് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ആര് കേസെടുത്താലും കേരളത്തിലെ ഇവിടെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം ഇതിനു വേണ്ടി നിന്നു, നല്ല കാര്യമാണ്. ഒന്നിച്ചു നിന്നത് നല്ല കാര്യമാണ് ഈ പ്രശ്നത്തിന് വേണ്ടി. പക്ഷേ ആ നിൽപ്പിൽ രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ഇവിടുത്തെ BJP ഘടകം ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യേണ്ടത് ആവശ്യമാണ്, അത് ഞങ്ങളുടെ ഭാവി പൊളിറ്റിക്സിന് ആവശ്യമാണ്, ഞങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചത് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരന്റെ സ്റ്റേറ്റ്മെന്റിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അനൂപ് ആന്റണി അയച്ചപ്പോഴൊക്കെ. അപ്പോൾ ഒരു വശത്ത് അവർക്ക് ഈ പ്രശ്നം തീരലാണ് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എങ്കിൽ, മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് ഈ പ്രശ്നം തീരാതിരിക്കുന്നത് അഡ്വാൻറ്റേജ് ആണോ എന്ന് ചിന്തിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഛത്തീസ്ഗഡിലുള്ള മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കൊണ്ട് ആ തരത്തിലൊരു മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കൊണ്ട് ആ തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയോ അവിടുന്നുള്ള മറ്റ് MP-മാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് പാർലമെന്റിൽ ആ തരത്തിൽ പ്രസ്താവന നടത്തുകയോ ചെയ്യുന്നതായിട്ട് കണ്ടില്ല. ഇന്ത്യ മുന്നണിയുടെ ആളുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരാണെങ്കിലും എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒരു വിഷയമുണ്ടാകുമ്പോൾ മതസ്വാതന്ത്ര്യത്തിനോ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ മനുഷ്യാവകാശങ്ങൾക്കോ ലംഘനം സംഭവിക്കുമ്പോൾ അത് നമ്മുടെ യഥാർത്ഥ ഭരണഘടനയുടെ ആത്മാവിനെയാണ് മുറിപ്പെടുത്തുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അത് ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു നീക്കം നടത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനു വേണ്ടിയാണ് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തതെന്ന് എപ്പോഴും എല്ലാവരും പറയും. അത് മതപരിവർത്തനമാണ്, മനുഷ്യക്കടത്താണ്. അതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഛത്തീസ്ഗഡിലെ ഈ നാരായൺപൂർ പോലുള്ള പ്രദേശങ്ങൾ അത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ 75 വർഷം ജനാധിപത്യ ഭരണം നടപ്പിലാക്കിയിട്ടും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക് മാറ്റമുണ്ടാകണം. ഇത് മാറി മാറി വരുന്ന ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. ഒന്നാമതായി, അങ്ങേക്ക് വ്യക്തതയുണ്ടോ ഈ കാര്യത്തിൽ? ഹൈക്കോടതിയിലേക്കാണോ പോകുന്നത് അതോ NIA കോടതിയിലേക്കോ? അങ്ങനെയെങ്കിൽ അവിടേക്ക് കേസ് ഫയൽ എത്തിയിട്ടില്ല എന്നൊരു സാങ്കേതികത്വമുണ്ട്. ഇതേപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ അങ്ങേക്കെങ്കിൽ ആ കാര്യത്തിൽ അങ്ങയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. എനിക്കതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അറിവ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് NIA കോടതിയിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ MP പറഞ്ഞതോടുകൂടി അത് വ്യക്തമായല്ലോ. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയാണ് ഹൈക്കോടതിയിലേക്ക് വിട്ടാൽ അത് നൂലാമാലകളിലേക്ക് പോകും, അതുകൊണ്ട് തന്നെ നമ്മൾ NIA കോടതിയിലേക്ക് അത് റെഫർ ചെയ്തുകൊണ്ട് ആ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് അതിനേക്കാൾ ആധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല ആ വിഷയത്തിൽ. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി തന്നെയാണ്. ഇനി ഡോക്ടർ ചാക്കോ കാളമറമ്പിൽ, അമിത്ഷാ പറയുകയായിരുന്നു ഇത് ആ കോടതി സ്വയമേവ അങ്ങോട്ടേക്ക് NIA കോടതിയിലേക്ക് വിടുകയായിരുന്നുവെന്ന്. അങ്ങനെയാണോ
അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള അങ്ങയുടെ അറിവ്? ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി, ഛത്തീസ്ഗഡ് സർക്കാർ ശക്തമായ നിലപാടെടുക്കുകയുണ്ടായി, ഇത് ഈ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതല്ല എന്ന്. അതുപോലെ തന്നെയാണ് ബജ്രംഗദളിൻ്റെ അഭിഭാഷകർ, പരാതിക്കാരുടെ അഭിഭാഷകരായി വന്നവരും ഇതേ നിലപാടെടുത്തത്. ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് കോടതി NIA കോടതിയിലേക്ക് അത് കൈമാറിയെന്നാണ് മജിസ്ട്രേറ്റ് കോടതിയെ സംബന്ധിച്ചും സെഷൻസ് കോടതിയെ സംബന്ധിച്ചും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിങ്ങളുടെ ബോധ്യം എന്താണ്? ഈ മജിസ്ട്രേറ്റ് കോടതിയിലും പിന്നീട് സെഷൻസ് കോടതിയിലും ഈ കേസ് വരുന്ന സമയങ്ങളിൽ നമുക്കുണ്ടായ ഒരു ആൾക്കൂട്ട പ്രക്ഷോഭങ്ങളുണ്ട്. അത് ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി, കോടതിക്കകത്ത് നടന്ന കാര്യത്തെപ്പറ്റി അങ്ങേക്ക് അറിവുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ബാക്കിയൊക്കെ ഇവിടെ ശ്രീ പ്രേമേന്ദ്രനും വിശദീകരിച്ചല്ലോ. ഇതിന് കൃത്യമായ മറുപടി വേണം. ആദ്യത്തെ ഭാഗമൊക്കെ അങ്ങ് വിശദീകരിച്ചു. ഇതിന് കൃത്യമായ മറുപടി വേണം. ശ്രേൽകുമാർ ഇവിടെ അല്ലല്ല ഇങ്ങനെ വളഞ്ഞ് മൂക്കിൽ പിടിക്കുകയാണ്. അതിനുള്ള നേരമില്ല. അങ്ങനെയൊക്കെ വരാം. ശ്രേൽകുമാർ, ഇവിടെ ഈ പറയുന്ന മജിസ്ട്രേറ്റ് കോടതിയും ഈ പറയുന്ന സെഷൻസ് കോടതിയും അവിടെ സ്വമേധയാ തന്നെ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് NIA കോടതിക്ക് വിടുകയാണോ ചെയ്തത്? അങ്ങയുടെ അറിവ് എന്താണ്? ഞാൻ വിനയപൂർവ്വം മനസ്സിലാക്കുന്നത് ഡോക്ടർ ചാക്കോയ്ക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വളഞ്ഞ് സംസാരിക്കുന്നതെന്നാണ്. ശ്രേൽകുമാർ, അല്ല, ഒരു കാര്യത്തില് പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകനോട് ഉണ്ടായിരുന്നു. ശ്രേൽകുമാർ പറഞ്ഞോളൂ. അല്ല, പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകനോട് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട NK പ്രേമേന്ദ്രൻ ഇന്ന് ചെയ്ത കാര്യം എന്താണ്? വളരെ ഉദാരനായ ആശാൻ നരേന്ദ്രമോദി ക്ഷമിച്ചിരിക്കുന്നു, അമിത്ഷാ ക്ഷമിച്ചിരിക്കുന്നു. ആ രണ്ടാളുകളും ഒരു ബന്ധവുമില്ലാതെ അറിയാതെ ഛത്തീസ്ഗഡിൽ ആരോ എന്തൊക്കെയോ ചെയ്തു. അത് കേന്ദ്രത്തിലെ BJP തിരുത്തി. അവർ നല്ല ഉദാരന്മാരാണ്. ഇപ്പം അവർക്കൊന്നും ചെയ്യാൻ മേലാത്ത പരുവത്തിലേക്ക് ഒരു ജഡ്ജി എന്തോ തെറ്റ് ചെയ്തിരിക്കുന്നു. സത്യത്തിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കോടതിയിൽ ഒരു പ്രതിയെ ഹാജരാക്കി കേസ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? പ്രോസിക്യൂഷൻ എന്ന് പറയും നിയമപ്രകാരം. ഛത്തീസ്ഗഡ് സർക്കാരാണ് അവിടുത്തെ പ്രോസിക്യൂഷൻ. ഛത്തീസ്ഗഡ് സർക്കാരിനൊരു അഭിഭാഷകനുണ്ട്. ആ അഭിഭാഷകനാണ് അവരുടെ വാദം പറയുന്നത്. ആ വാദം പറയുന്നതിന് ഛത്തീസ്ഗഡിലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് അടിസ്ഥാനം. റിമാൻഡ് റിപ്പോർട്ടിൽ ഇത് NIA കൈകാര്യം ചെയ്യേണ്ട കുറ്റകൃത്യമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? NIA കൈകാര്യം ചെയ്യേണ്ട കുറ്റകൃത്യമാണ് എന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് കോടതി ഇത് കൈകാര്യം ചെയ്യാൻ എനിക്ക് അധികാരമില്ല എന്ന തരത്തിൽ ഒഴിഞ്ഞു മാറുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? രണ്ട് കന്യാസ്ത്രീകളും അവരുടെ സഭാവസ്ത്രം ധരിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഇപ്രകാരം ഒരു കേസ് വരുമായിരുന്നില്ല. അതിന് കാരണം എന്താണ്? ക്രൈസ്തവ മതവിശ്വാസികളായ രണ്ട് സഭാപ്രവർത്തകർ അവരുടെ യൂണിഫോം ധരിച്ച് അല്ലെങ്കിൽ അവരുടെ സഭാവസ്ത്രം ധരിച്ച് സഞ്ചരിക്കുമ്പോഴാണ് നോട്ടപ്പുള്ളിയായത്. ഒരു തർക്കം അവിടെ വന്ന് കാണും. ആ തർക്കം വരുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് 18 വയസ്സായി ഇല്ലയോ? 18 വയസ്സായിട്ടുണ്ട്. അവരുടെ കൂടെ സഹോദരനുണ്ട്. അവരോടൊപ്പം രണ്ട് കന്യാസ്ത്രീകൾ കൂടി ഉണ്ട് എന്നുള്ളൂ. രണ്ട് പെൺകുട്ടികൾ പ്രായപൂർത്തിയായവർ ഒരു സഹോദരനോടൊപ്പം യാത്ര ചെയ്യുന്ന കാര്യമായിട്ട് കണ്ടാൽ പോരെ? ഈ 5 ആളുകളെ ഒരുമിച്ചാക്കുന്നതിനാ? ഈ 5 ആളുകളെ ഒരുമിച്ചാക്കുക മാത്രമല്ല, അതിൽ 2 പെൺകുട്ടികളെ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് അവരുടെ സഹോദരനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയക്കാരാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ബജറംഗദളുകാർ എന്തിനാണ് ഈ സഹോദരിമാരുടെ കൂടെയുള്ള സഹോദരനെ ആക്രമിക്കുന്നത്, അയാളെ തല്ലുന്നത്? നീ ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളല്ലേ എന്ന നിലയ്ക്ക് അയാളെ ആക്രമിക്കുന്നത്? അപ്പോൾ ഇന്ത്യ രാജ്യത്തൊരു പരിസരം വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട MP പറഞ്ഞ പോലെ ആൾക്കൂട്ട വിചാരണ ഇത് ഇന്ന് തുടങ്ങിയതാണോ? ശരി അല്ല അതിലേക്ക് വരാം. ശ്രേൽകുമാർ, 2 കാര്യങ്ങൾ. ഇപ്പൊ അങ്ങയുടെ പ്രതികരണത്തിൽ നിന്നൊരു കാര്യം ബോധ്യമുണ്ട്. ശ്രീ NK പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ അല്ല, ശ്രീ അമിത്ഷാ ന്യായീകരിക്കുന്നത് പോലെയല്ല. കോടതി സ്വമേധയാ അതിൻ്റെ അധികാരത്തെപ്പറ്റി പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞ് സ്വമേധയാ വിടുകയല്ല ചെയ്തിരിക്കുന്നതെന്നാണ് അങ്ങയുടെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ശ്രീ പ്രേമേന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടെ പോകണം. അതിന് മുമ്പ് ശ്രേൽകുമാർ, ഭാരതീയ ന്യായ സംഹിതയുടെ 143-ാം വകുപ്പ്, ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമത്തിലെ 4-ാം വകുപ്പ്, ഇത് രണ്ടുമാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് NIA കോടതിയിലേക്ക് വിടണമെന്നൊരു മജിസ്ട്രേറ്റ് കോടതി പറയുമോ?
ഒരു സെഷൻസ് കോടതി പറയുമോ? ഇനി ഡോക്ടർ ചാക്കോ ഉൾപ്പെടെയുള്ളവർ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ വായിക്കുന്ന പത്രമായിരിക്കുമല്ലോ മനോരമ. അത് ഇന്നത്തെ ആ പത്രം ഇറങ്ങിയിരിക്കുന്ന ആദ്യത്തെ വാചകം കേട്ടോണം. കോടതിയുടെ അധികാരപരിധിയെ ചൊല്ലി ഛത്തീസ്ഗഡ് സർക്കാർ സ്റ്റേറ്റ്മെന്റുകളൊന്നും വേണ്ട. ശരി, എതിർപ്പുന്നയിച്ചതോടെ ദുർഗിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഇന്നലെയും ജാമ്യം നിഷേധിക്കപ്പെട്ടു. അടുത്തൊരു ഖണ്ഡികയിൽ പറയുന്നതാണ്, മനുഷ്യക്കടത്ത് NIA നിയമത്തിലെ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ ഇവ പരിഗണിക്കാൻ NIA പ്രത്യേക കോടതിക്കാണ് അധികാരമെന്നാണ് സംസ്ഥാന സർക്കാർ വാദിച്ചത്. ഇത് അഡീഷണൽ സെഷൻസ് ജഡ്ജി അനീഷ് ദുബെ അംഗീകരിച്ചു. ചൊവ്വാഴ്ച കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് കോടതിയും ഇതേ കാരണം പറഞ്ഞാണ് അപേക്ഷ തള്ളിയത്. അപ്പോൾ ഈ മാധ്യമത്തെ വിശ്വസിക്കുന്നവരായിരിക്കുമല്ലോ ഡോക്ടർ ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ശ്രീ പ്രേമേന്ദ്രൻ പറയുന്ന, അല്ലെങ്കിൽ പ്രേമേന്ദ്രനിലൂടെ ഇപ്പോൾ അമിത്ഷാ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ്? അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. ഈ കേസിനകത്ത് റിമാൻഡ് ആപ്ലിക്കേഷൻ എന്താണ്? ഏത് കോടതിയും ഒരു പ്രതിയെ വിചാരണ ചെയ്യുമ്പോൾ ബേസ് ആക്കുന്നത് റിമാൻഡ് ആപ്ലിക്കേഷനാണ്. അതിൽ 3 കാര്യങ്ങളാണ്. 1 കുറ്റച്ചുരുക്കം, 2 അന്വേഷണം എവിടെയായി, 3 ജാമ്യം അനുവദിച്ചാൽ എന്താണ് കേസിന് ഭാവിയിൽ ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ തർക്കം. അപ്പോൾ റിമാൻഡ് ആപ്ലിക്കേഷനകത്ത് കൃത്യമായിട്ട് പറയുന്നത് 1968 കോൺഗ്രസ് സർക്കാർ ഛത്തീസ്ഗഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മതപരിവർത്തന നിരോധന നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പ്രയോഗം കൂടി വരുമ്പോഴാണ് 10 കൊല്ലത്തിന് മേൽ തടവ് ശിക്ഷയുള്ള കുറ്റമായിട്ട് മാറുന്നത്. ആ മാറ്റം വരുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല, സെഷൻസ് കോടതിക്ക് അധികാരമുണ്ട് എന്നതിലേക്കൊരു വാദം വന്നു ആദ്യത്തെ ദിവസം. ആ വാദം വന്നപ്പോൾ സെഷൻസ് കോടതി പോയി. സെഷൻസ് കോടതി ചെന്നപ്പോൾ പുതിയ വാദം വന്നു. എന്താണ് പുതിയ വാദം? ഇതിൽ മനുഷ്യക്കടത്തുണ്ട്. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലെ വാദം എന്താണ്? മജിസ്ട്രേറ്റ് കോടതിയിലെ വാദം 10 കൊല്ലത്തിലേറെ തടവുള്ളത് കൊണ്ട് മജിസ്ട്രേറ്റ് അധികാരമില്ല. സെഷൻസ് കോടതി പോയി. സെഷൻസ് കോടതി ചെന്നപ്പോൾ പുതിയ വാദം വന്നു, മനുഷ്യക്കടത്തായതുകൊണ്ട് NIAക്ക് പോകണം. NIAക്ക് പോകണമെന്ന് ആരാണ് വാദിച്ചത്? പ്രതിയാണോ? ജാമ്യാപേക്ഷ കൊടുത്തവരാണോ? ഛത്തീസ്ഗഡിലെ സർക്കാരാണ്. അങ്ങനെ വാദിച്ചതിന് 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, അതുമായി ബന്ധപ്പെട്ട ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ 2 പ്രസ്താവനകൾ. ബഹുമാനപ്പെട്ട അമിത്ഷയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അത് തിരുത്തിയോ? അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടോ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? ഛത്തീസ്ഗഡിൽ 35 അംഗങ്ങളുള്ള ഒരു പ്രതിപക്ഷം ഉണ്ട് കോൺഗ്രസ്സിന്. അതിൻ്റെ പ്രതിപക്ഷ നേതാവുണ്ട്, അവിടുത്തെ ബഹുമാനപ്പെട്ട VD സതീശൻ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഞാൻ നോക്കുകയായിരുന്നു. അവസാനത്തെ ഫേസ്ബുക്കിൽ ഏതാണ്ട് 3-4 ദിവസം മുമ്പ് കണ്ടത് ഒരു ശിവസ്തുതിയാണ്. മതപരമായ ഒരാളുടെ ആണെന്ന് വിചാരിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി അറിഞ്ഞിട്ടില്ല. ഞാൻ നടപടിയാണ്. എനിക്കൊന്ന് ശ്രീ പ്രേമേന്ദ്രൻ, ഭൂപേഷ് ബാഗേൽ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ, ശ്രീ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങ് പറയുന്ന വിമർശനങ്ങളൊക്കെ അവിടെയുണ്ട്. ശ്രീ പ്രേമേന്ദ്രൻ അതിന് മറുപടി പറയട്ടെ. UDFനെ പ്രതിനിധീകരിക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഒരു ബാധ്യതയുമുണ്ടല്ലോ അദ്ദേഹത്തിന്. ഭൂപേഷ് ബാഗേൽ പറയുന്നുണ്ടായിരുന്നു, അവിടെ ഇവർക്ക് ആരോടാണ് ആഭിമുഖ്യം, ഏത് വോട്ട് ബാങ്കിനോടാണ് ആഭിമുഖ്യം, ആ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഇപ്പോൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. അവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്, കാരണം അവരുടെ വോട്ട് ബാങ്ക് അല്ലല്ലോ എന്ന് തന്നെ ഭൂപേഷ് ബാഗേൽ പറഞ്ഞിട്ടുണ്ട്. ശരി, ഇനി ശ്രീ NK പ്രേമേന്ദ്രൻ, ആദ്യം പരമപ്രധാനമായ ചോദ്യം. അങ്ങേക്ക് നന്നായി നിയമം അറിയുന്നതാണല്ലോ. ഈ അമിത്ഷാ പറഞ്ഞത് അങ്ങ് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിച്ചോ? ഇത് ആ കോടതി മാത്രം, സെഷൻസ് കോടതി മാത്രം സ്വമേധയാ എടുത്ത തീരുമാനമാണോ? വേണു, ഞാൻ പറഞ്ഞത് ഇന്ന് അമിത്ഷായുമായി നടന്ന സംഭാഷണത്തിൻ്റെ രത്ന ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. കോടതി നടപടികൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ശ്രീ ബെന്നി ബെഹനാനും ഫ്രാൻസിസ് ജോർജും ഞങ്ങൾ 3 പേരാണ് കേരളത്തിൽ നിന്ന് ഒരു UDFൻ്റെ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി AICCയുടെ ഡെലിഗേഷൻ്റെ ഭാഗമായി ഞങ്ങൾ ഛത്തീസ്ഗഡ് സന്ദർശിച്ചത്. അപ്പോൾ സാന്ദർഭികമായി ഇന്നലെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരമുണ്ടായി. ഇന്നലെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇന്നലെ തന്നെ ജാമ്യം കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഛത്തീസ്ഗഡിൽ പോയ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ വിജയ് ചൗക്കിൽ എത്തുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത് ജാമ്യം നിഷേധിച്ചു, സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു. അമിത്ഷാ പറയുന്നതും കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതും 100% വിശ്വസിച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. അമിത്ഷാ ഞങ്ങളോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കോടതി രേഖകൾ പരിശോധിച്ചാലേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പ്രഥമ ദൃഷ്ടി അങ്ങയുടെ ബോധ്യം എന്താണ്?
സ്വാഭാവികമായും ഞാൻ പറയാം, ഇന്നും അതും ശ്രീ അമിത്ഷാ പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് NIA കോടതിയിലേക്ക് പോകാൻ ഇടയായത്? ഇത്രയും വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകൾ നിലനിൽക്കെ, അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ട് വേണം, അത് കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിച്ചിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ NIA കോടതിയിലേക്ക് വിടാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടാൻ ഇരിക്കൂ എന്നിരിക്കെ എങ്ങനെയാണ് ഇത്തരത്തിൽ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് സ്വമേധയാ എൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതിന് കാരണമായി അദ്ദേഹം സൂചിപ്പിച്ചത് അവിടെ വലിയ തോതിലുള്ള ബഹളമായിരുന്നു. വലിയ തോതിലുള്ള ബജറംഗദൾ ഉൾപ്പെടെയുള്ളവർ ബഹളമുണ്ടാക്കി വലിയ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി എന്ന് പറയുന്ന മുഖവിലേക്ക് എടുക്കുന്നില്ല. ഞങ്ങൾ അത് 100% വിശ്വസിക്കുന്നില്ല. ഒരു സംശയവും വേണ്ട, സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടാകും, പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നില്ല. ഞാനീ പറഞ്ഞത് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായി ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് BJPയും BJPയെ പ്രതിനിധീകരിക്കുന്ന സംഘ് പരിവാറിന്റെ രാഷ്ട്രീയവും എന്താണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അവർ ട്രൈബൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശരി ശ്രീ NK പ്രേമചന്ദ്രൻ, ഇപ്പോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത് ബജറംഗ് ദളുകാർ അവിടെ വന്ന് ബഹളം വെച്ചപ്പോൾ കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുവെന്ന്. ജുഡീഷ്യൽ സംവിധാനം എന്ന് വെച്ചാൽ ഇത്തരം ബാഹ്യ സമ്മർദ്ദങ്ങൾക്കൊന്നും വിധേയമാകാതെ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട ഒരു കോടതിക്ക് ഛത്തീസ്ഗഡിൽ ഇങ്ങനെ ബജറംഗ് ദളിന്റെ ഭീഷണി കാരണം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഭരണഘടനയെ തന്നെ അംഗീകരിക്കാത്ത ഈ ബജറംഗ് ദള്, ഭരണഘടനയെ തന്നെ അംഗീകരിക്കാത്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ BJP, അവർക്ക് നാളെ ഇങ്ങനൊരു നിലപാട്, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഉറപ്പ് നൽകിയ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ? അപ്പോൾ ബജറംഗ് ദൾ ബഹളം ഉണ്ടാക്കില്ലേ? ഇപ്പൊ ഈ ബജറംഗ് ദൾ എന്തു പറഞ്ഞു? അതേ വായ്ത്താരി ആവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയല്ലേ അവർക്ക് അവിടെ ഉള്ളത്. ആ മുഖ്യമന്ത്രി ഇന്നലെ വന്ന് ബ്രീഫ് ചെയ്തിട്ടില്ലേ ഈ ആഭ്യന്തരമന്ത്രിയെ? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള സത്യങ്ങളല്ലേ? അല്ല, ബജ്റംഗ് ദളിനെ സംബന്ധിച്ച് വേണുവിന് നല്ല ബോധ്യമുള്ളതല്ലേ അവരുടെ നിലപാടുകൾ, അവർ രാജ്യത്ത് സ്വീകരിക്കുന്ന തീവ്രമായിട്ടുള്ള നിലപാടുകളൊക്കെ എത്ര ഭീകരമായിട്ടുള്ള, അവർക്ക് എന്ത് ഭരണഘടന, എന്ത് നിയമസംഹിത. അവരെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ വർഗീയ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ അവിടെ നടത്തിയ പരാമർശങ്ങൾ എന്താണ്? പക്ഷേ കോടതിക്ക് പുറത്ത് ബജറംഗ് ദൾ ബഹളമുണ്ടാക്കുമ്പോൾ കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് ഒരു കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ പിന്നെ അയാളുടെ ജോലി എന്താ? ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സവിശേഷമായി ഇരട്ട എഞ്ചിനുള്ള സർക്കാരിൽ ഒരു എഞ്ചിൻ ബജറംഗ് ദളിന് കൊടുത്തിരിക്കുകയാണോ? അല്ല, കോടതിക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു എഞ്ചിനാണോ ബജറംഗ് ദൾ? കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തന്നെ ഇവരെയൊന്നും തടയിടാൻ കഴിയില്ല. ഒരു സെക്കൻഡ് സാർ, റെഡ് കോറിഡോർ ഇല്ലാതാക്കും, അതിന് ഡെഡ് ലൈൻ വെച്ചിരിക്കുകയാണ്. ഇത്രാമത്തെ വർഷം ഇത്രാമത്തെ ദിവസം ഈ പറയുന്ന മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കിയിരിക്കും എന്ന് വീരസ്യം പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ബജറംഗ് ദൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ കോടതി ഉടനെ തന്നെ അവരുടെ അധികാരം വിട്ടിട്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് പോയി എന്നെങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? പറയാൻ കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബജ്റംഗ് ദൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ താല്പര്യം തന്നെയാണ് BJPക്കും അമിത്ഷായ്ക്കും ഉള്ളതെന്ന് തന്നെയാണ് അതിന്റെ വ്യക്തമായിട്ടുള്ള മറുപടി. അതിനെന്താ സംശയം? അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ എങ്ങനെ ഉണ്ടായി? ജൂലൈ മാസം 25 ഉണ്ടായ സംഭവമാണല്ലോ. ദേശീയ തലത്തിൽ ഇത്രയേറെ ചർച്ചകൾ ഉണ്ടായി, ഇത്രയേറെ പ്രതിഷേധവും പ്രശ്നവും ഉണ്ടായതിനു ശേഷമാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പോലും കേന്ദ്ര സാർ അവിടെയും ഒരു കാര്യമുണ്ടല്ലോ. കോടതിക്ക് പുറത്ത് ബജറംഗ് ദൾ ബഹളം ഉണ്ടാക്കി കോടതിയെ സ്വാധീനിച്ചു. ഒരു സെക്കൻഡ് സാർ, കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് റെയിൽവേ സ്റ്റേഷനിലും ബജറംഗ് ദൾ എത്തിയല്ലോ. ഈ ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ളവർ അടിച്ച് മുഖം പൊട്ടിക്കുമെന്ന് പറയുകയുണ്ടായല്ലോ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ FIR വരുന്നത്. അതൊരു പോലീസാണല്ലോ എടുക്കുന്നത്. ആ പോലീസിനൊരു സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഉണ്ടാകുമല്ലോ, അവിടെ ഒരു സർക്കാർ ഉണ്ടാകുമല്ലോ. അപ്പൊ അവരെയും സ്വാധീനിച്ചില്ലേ ബജറംഗ് ദൾ? ഈ രണ്ടു കൂട്ടരെയും, അതായത് അവിടെ ബജറംഗ് ദൾ ഛത്തീസ്ഗഡ് സർക്കാരിനെ സ്വാധീനിക്കുന്നു, അവിടെ ബജറംഗ് ദൾ അവിടുത്തെ കോടതിയെ സ്വാധീനിക്കുന്നു. ഈ സ്വാധീനത്തിലൊന്നും പെടാത്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു നാളെ ജാമ്യം കിട്ടുമെന്ന്. അങ്ങനെയാണോ കരുതേണ്ടത്? അത് വിശ്വസിച്ചാണോ അങ്ങിറങ്ങി വന്നിരിക്കുന്നത്? വേണു, വസ്തുതകൾ ബോധ്യപ്പെടാതെ ദയവേത് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തരുത്. ഞാൻ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ബേസിക് കേസ് എന്താണ്? ഞങ്ങളുടെ ബേസിക് കേസ് ബജ്റംഗ് ദളിന്റെ സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങിയിട്ടാണ് പോലീസ് കേസെടുത്തത്. അതല്ലേ ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കേസ്. ഞാൻ അങ്ങനെ സംശയിച്ചല്ല ചോദിച്ചത്. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇന്ന് പോയി കണ്ട വിദ്വാന്റെ മറുപടികൾ ഈ രൂപത്തിലായിരിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടല്ലേ എന്നതാണ്. സ്വാഭാവികമായിട്ടും BJP ബജ്റംഗ് ദൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ബജ്റംഗ് ദളിന്റെ നടപടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലതുപോലെ അറിയാം. അവർ നിഷേധിച്ചല്ലോ.
ഞങ്ങൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയത്, കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കിയത്, ജാമ്യാപേക്ഷ കോടതി നിരാകരിച്ചപ്പോൾ അതിന് പുറത്ത് ബഹളം നടത്തി, അതിന് ആഹ്ലാദ പ്രകടനം നടത്തി. കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ് സത്യത്തിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പ്രതികരിക്കാനുണ്ടായില്ല. വളരെ വ്യക്തമല്ലേ ഈ കാര്യത്തിൽ ബജ്രംഗ് ദൾ മുന്നോട്ട് വെക്കുന്നതായാലും സംഘ് പരിവാർ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നതും BJP-യുടെ രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് അവർ നിങ്ങളുടെ അടച്ചിട്ട മുറിയിൽ, നിങ്ങളെ അല്ല കേട്ടോ പഴിക്കുന്നത്, നിങ്ങളുടെ അടച്ചിട്ട മുറിയിൽ ഇതെല്ലാം ഒരു ഏറ്റുപറയൽ സ്വഭാവത്തോടെയാണല്ലോ ഈ മാന്യദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ 4 ദിവസമായി നിങ്ങൾ 2 സഭകളിലും തുടർച്ചയായിട്ട് പറയുകയല്ലേ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന്. ആ ഘട്ടത്തിൽ രാജ്യത്തിന് മുഴുവൻ കേൾക്കാവുന്ന രൂപത്തിൽ ഈ ആഭ്യന്തരമന്ത്രിക്ക് സംസാരിച്ചുകൂടെ? ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൂടെ? അങ്ങനെ പറയാതെ അടച്ചിട്ട മുറിയുടെ ഈ പറയുന്ന രഹസ്യ സ്വഭാവത്തിൽ ഇതെല്ലാം പറയുമ്പോൾ അദ്ദേഹത്തിനുമുണ്ടോ ബജ്രംഗ് ദളിനെ ഭയം? എന്നിട്ട് നാളെ ഇവർക്ക് മഹത്തായ ഒരു ജാമ്യം കിട്ടുമെന്നാണോ അദ്ദേഹം പറയുന്നത്? അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഒറ്റ സെക്കൻഡ്. ഒരു കാര്യം കൂടി, ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മാറുമോ? കാരണം ഇന്നും അവിടുത്തെ BJP-യുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, സർക്കാർ പറഞ്ഞിരിക്കുന്നത് പോലീസ് അവരുടെ ജോലി ചെയ്യുമെന്നാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 99% കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടും എന്നാണ്. ജാമ്യം കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് 100% മുഖവിലേക്ക് എടുക്കാൻ വിശ്വസിക്കാൻ കഴിയില്ല. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ കാര്യത്തിൽ അവർ പ്രതിരോധത്തിലാണ്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് വലിയ തോതിൽ BJP-യും ഗവൺമെന്റും പ്രതിരോധത്തിലായി. ആ പ്രതിരോധത്തിലാകാൻ ഇടയായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം പാർലമെന്റിനകത്തും പുറത്തും വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധം വളർന്നു വന്നതുകൊണ്ട് തന്നെയാണ്. ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ. അവിടെ അദ്ദേഹം പാർലമെന്റിനകത്തെ കാര്യം പറഞ്ഞില്ല, പക്ഷെ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പാർലമെന്റിനകത്ത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർക്ക് മൗനം എന്തുകൊണ്ടാണ് സാർ? അങ്ങേക്ക് അത് പറയാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് കേട്ടോ ആ ചോദ്യം വരുന്നത്. അങ്ങ് നേരിട്ട് മറുപടി പറയേണ്ടതല്ല എന്ന് എനിക്കറിയാം. കൂടാതെ ഒറ്റ സെക്കൻഡ് സാർ, കൂടാതെ ഡോക്ടർ ചാക്കോ പറയുകയായിരുന്നു ഛത്തീസ്ഗഡിലും ഇതുപോലെ തന്നെ ഭൂപേഷ് ബാഗേൽ അടക്കം ഒരു അക്ഷരവും പറയുന്നില്ല, അവിടുത്തെ MLA-മാരെയും പറയുന്നില്ല. അതിന്റെ തലയെണ്ണി ശ്രീ അനിൽകുമാറും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അങ്ങ് മനസ്സിലാക്കിക്കോ, ഒരു കാര്യം കൂടി മുള്ളു വെച്ചുകൊണ്ട് ഡോക്ടർ ചാക്കോ പറഞ്ഞു, ഇത് തീരണമെന്ന് രാജീവ് ചന്ദ്രശേഖർ സാറിന് ആഗ്രഹം, നിങ്ങളെപ്പോലുള്ള സാറന്മാർക്ക് ഇത് തീരരുതേ എന്ന ആഗ്രഹം. അങ്ങനെ ഒരു മുനവെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ആ നാവിൽ നിന്ന് ബജ്രംഗ് ദളിനെ പറ്റിയുള്ള ഒരു എതിർ ശബ്ദം പോലും വരാതിരിക്കുകയും ചെയ്യുന്നത് കേട്ടു. അങ്ങും കേട്ട് കാണുമല്ലോ അതിനുള്ള മറുപടി. എന്നിട്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അല്ലല്ല, വളരെ ഞാനതിന് മറുപടി പറയാൻ നേരത്താണ് വേണു തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത്. അത് രണ്ടിനും ഞാൻ മറുപടി പറയാം. ഞങ്ങൾ മെനങ്ങാന്നാണ് അവിടെ ചെന്നത്. സത്യത്തിൽ അവിടെ മുഴുവൻ ഞങ്ങളോടൊപ്പം ജയിലിൽ വന്നത് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ MLA-മാരടക്കം മുൻ MLA-മാരടക്കമുള്ള നിരവധി പേർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവിടുത്തെ PCC പ്രസിഡന്റ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, അവിടുത്തെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. അവരുടെ പ്രതികരണം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇന്ന് മുൻ മുഖ്യമന്ത്രിയുടെ ശക്തമായിട്ടുള്ള പ്രതികരണം ആ കാര്യത്തിൽ വന്നു. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് എത്ര MP-മാരുണ്ട് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം ഛത്തീസ്ഗഡിൽ നിന്നുള്ള BJP MP-മാർ ഉന്നയിച്ചപ്പോഴൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ ഈ കാര്യത്തിൽ പറയാം, ഇത് തീരണമെന്ന് ഞങ്ങൾക്കാർക്കും ആഗ്രഹമില്ല. രാജീവ് ചന്ദ്രശേഖറിന് മാത്രമേ ആഗ്രഹമുള്ളൂ എന്നൊക്കെ വിലയിരുത്തിയാൽ, വ്യാഖ്യാനിച്ചാൽ സത്യത്തിൽ നിർഭാഗ്യകരമെന്ന് മാത്രമേ ഈ കാര്യത്തെ പറയാൻ കഴിയൂ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ അമിത്ഷായുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞതിലെ പൊരുത്തക്കേടുകളുണ്ട്. ആ പൊരുത്തക്കേടുകളുടെ പേരിൽ ഭിന്നാഭിപ്രായം പറഞ്ഞ് വിയോജിച്ച് ഞങ്ങൾക്ക് വേണമെങ്കിൽ പിണങ്ങി പുറത്തിറങ്ങാമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ പ്രതിരോധത്തിലായ ഘട്ടത്തിൽ പ്രത്യക്ഷമായി സഹായിക്കുമെന്ന ഒരു നിലപാട് പറയുമ്പോൾ ആ സഹായം ലഭ്യമാക്കി എത്രയും പെട്ടെന്ന് ഇവരെ മോചിതമാക്കി ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്ന ഞങ്ങളെ മെനങ്ങാന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറയും, വളരെ രാത്രിയിലാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഒരു ഡെലിഗേഷൻ പോകാൻ. AICC-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഡെലിഗേഷൻ പോകാൻ തീരുമാനിക്കുന്നു. വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി അവിടെ ചെന്നു. അവിടുത്തെ ബിഷപ്പിനെ കണ്ടു, അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടു. 20 മിനിറ്റ് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. ജയിലിൽ പോയി അവരുമായി സന്ദർശനം നടത്തി. പലരുമായി ഞങ്ങൾ സംസാരിച്ചു. LDF-ന്റെ പ്രതിനിധികൾ വന്നു. ഈ ഞങ്ങളെല്ലാം പോയി ഈ പ്രശ്നം ഒരു കാരണവശാലും തീരരുത്,
രാഷ്ട്രീയമായ ലാഭം ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നൊക്കെ പറയുന്നതാണ് ഇന്ന് ഈ സമുദായം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതെ, അതിന് ഡോക്ടർ ചാക്കോ അദ്ദേഹത്തിന്റെ ഊഴം വരുമ്പോൾ മറുപടി പറയട്ടെ. ഞാൻ ഇടപെടുകയാണ്, സമയമല്ലാതെ കൂടിയത് കൊണ്ട് അങ്ങ് ക്ഷമിക്കണം. അങ്ങ് പറയുകയുണ്ടല്ലോ ഛത്തീസ്ഗഡിൽ നിന്ന് എത്ര MP-മാർ കോൺഗ്രസിനുണ്ട് എന്നറിയില്ല എന്ന്. എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ അങ്ങേക്ക് തിരുത്തുകയും ചെയ്യാം. മൊത്തം 11 സീറ്റ്. അവിടെ 2024 റിസൾട്ട് പ്രകാരം 10 പേർ BJP MP-മാർ, 1 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഒരാളുടെ ശബ്ദം അവിടെ മുഴങ്ങിയോ ഇല്ലയോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു തരിഗാമിയുടെ ശബ്ദം എവിടെയൊക്കെ മുഴങ്ങിയിട്ടുണ്ട് എന്ന് ശ്രീ NK പ്രേമചന്ദ്രൻ നന്നായി അറിയാവുന്നതാണ്. ഞാൻ ഇടവേളയ്ക്ക് വന്ന് ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ചാക്കോയിലേക്കും ശ്രീ അനിൽകുമാറിലേക്കും. ചാക്കോ, ഇവിടെ ശ്രീ പ്രേമചന്ദ്രൻ അങ്ങേക്ക് നല്ല മറുപടി നൽകി. അങ്ങേക്കറിയാമല്ലോ, നിങ്ങളുടെ 2 സന്യസ്തർ അകത്ത് കിടക്കുകയാണ്. ആനി രാജ എന്ന് പറഞ്ഞെന്താണ്, അവർ നേരിട്ട് പോയി കാണുകയാണ് ചെയ്തത്. നിങ്ങൾ ഇവരെയൊക്കെ പറയുമല്ലോ, CPM-മാരെയും CPI-കാരെയും അവിശ്വാസികളാണ് എന്നൊക്കെ. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തെ അവർ അംഗീകരിക്കുന്നു. അവിടെ പോയി ഈ ബദ്ധപ്പാടുകളെല്ലാം സഹിച്ച് അവിടുത്തെ പ്രതിഷേധം ശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് അകത്ത് കയറാൻ പറ്റിയത്. 2 സംഘങ്ങളായിട്ടൊക്കെയാണ് കയറിയത്. കയറി കണ്ട നേർക്കാഴ്ച പറഞ്ഞു, കൊന്ത ഇടാൻ പറ്റുന്നില്ല കഴുത്തിൽ, സഭാവസ്ത്രങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. റിമാൻഡ് തടവുകാരിൽ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് സ്വന്തം വേഷത്തിൽ കിടക്കാമല്ലോ. അവിടെയാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞത്, വേഷമാണ് പ്രശ്നം. കൊന്ത ഊരി പോക്കറ്റിലിട്ടിരിക്കുകയാണ്. അവരനുവദിക്കുമ്പോൾ മാത്രമേ എടുക്കാൻ കഴിയൂ. ഒരു സഹോദരൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി ശ്രീ അനിൽകുമാർ. എല്ലാ ദിവസവും അത് അവിടെ കിടന്ന് ഇടികിട്ടുകയാണെന്നാണ് ആനിരാജ പറയുന്നത്. അവിടെയുള്ളവർ പറഞ്ഞ അറിവാണത്. അതിനകത്ത് വെച്ചും പീഡനം, അതിനകത്ത് വെച്ചും മർദ്ദനം. എന്നിട്ട് ഭൂപേഷ് ബാഗേൽ സംസാരിച്ചോ എന്നാണ് അങ്ങ് അന്വേഷിക്കുന്നത്, അല്ലേ? ബജ്രംഗ് ദളിനെ പറ്റി എന്തെങ്കിലും അങ്ങ് പറയുകയുണ്ടായോ? ജോർജ് ഊരിനെ പറ്റി പറയുകയുണ്ടായോ? കിരീടം തരുന്ന ആളെ പറ്റി, സുരേഷ് ഗോപിയെ പറ്റി പറയുകയുണ്ടായോ? എന്നിട്ട് പ്രേമചന്ദ്രന്റെ ആത്മാർത്ഥതയെ സംശയിക്കുകയാണോ? വേണു ഒരു നല്ല മാധ്യമ പ്രവർത്തന മേഖലയിൽ അങ്ങ് മികവുറ്റ ഒരു മാധ്യമ പ്രവർത്തനമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ മാധ്യമ പ്രവർത്തനത്തില് ഇതുപോലുള്ള ഈ ആളുകൾക്ക് ലേബൽ ചാർത്തി കൊടുക്കുന്നത് ശരിയായ രീതിയല്ല. മനോരമ പത്രം എല്ലാ ദിവസവും വായിക്കും എന്നുള്ള മട്ടിലുള്ള എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന എല്ലാ കാര്യങ്ങൾ ആദ്യമായി ഞാൻ നിഷേധിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ ആലോചിച്ച് പറയണമെന്ന് മാത്രം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ MP അവറുകളോ മറ്റ് കോൺഗ്രസിന്റെ MP-മാരോ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP-മാരോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരോ ഒക്കെ ചെയ്തത് മോശമായ കാര്യമായിട്ടല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്, എന്നെക്കൊണ്ട് പറയാൻ അനുവദിക്കാതിരുന്നോണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ചോദ്യോത്തര വേദി പോലെ അല്ലല്ലോ പോകേണ്ടത് ഒരു ചർച്ച. എനിക്ക് പറയാനുള്ള ആശയങ്ങളെ പങ്കുവെക്കാനുള്ള അവസരം എനിക്ക് നിഷേധിച്ചതുകൊണ്ടാണ് അത് പറയാതെ പോയത്. ഈ ബജരംഗ് ദൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്റെ വായിലൂടെ താങ്കൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെ പറയാമത്. ഈ ബജരംഗ് ദൾ എന്ന് പറയുന്നത് ഒരു മത തീവ്രവാദ സംഘടനയാണെന്നും അത് ഒരു ഗുണ്ടായിസത്തിന്റെ നടപടികളാണ് അവിടെ ചെയ്തതെന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്, അതിനെന്താ സംശയിക്കുന്നത്? പക്ഷേ ഈ ബജരംഗ് ദളുമായിട്ട് ഈ പറയുന്ന കോൺഗ്രസ് അടക്കമുള്ളവർ സഖ്യത്തിലുണ്ട് എന്നും നമ്മൾ ഓർക്കണം. ഇവരൊക്കെ ഇതിനെ നിഷേധിക്കണം. ഈ ഛത്തീസ്ഗഡിലും ഈ കർണാടകയിലും ഈ മധ്യപ്രദേശിലും ഒക്കെ ഇവര് ഈ ബന്ധത്തിൽ നിൽക്കുന്ന സംഘടനകളാണിത്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിസോൺ ചെയ്യാൻ തയ്യാറാവണം. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തത്, ഈ രാജീവ് ചന്ദ്രശേഖർ ഈ സത്യസന്ധമായിട്ട് ആ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ ചിത്രീകരിക്കുന്നതല്ല, അത് വേണുവിന്റെ വ്യാഖ്യാനമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് BJP ആണെങ്കിലും അത് NDA ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇതുപോലുള്ള മതേതരത്വത്തിനും മതവിശ്വാസത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും എതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നിച്ചു നിന്ന് അടരാടി ഒരൊറ്റ മനസ്സോടുകൂടി മറ്റ് വിഭാഗീയ ചിന്തകളോ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളോ ഇല്ലാതെ പരാജയപ്പെടുത്തുന്നതായിരിക്കണം ജനാധിപത്യത്തിന്റെ ക്രമമെന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് അത് ബഹുമാനപ്പെട്ട MP-ക്കും അനിൽകുമാർ സാറിനും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇല്ല, അങ്ങ് പറയുകയുണ്ടായി തീരാതിരിക്കണമെന്നൊരു കൂട്ടർ ആഗ്രഹിക്കുന്നു. ഡോക്ടർ ചാക്കോ, തീരാതിരിക്കണമെന്ന് എന്റെ ചോദ്യമാണ്. ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം ഇവിടെ തീരാതിരിക്കുന്ന ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ബജരംഗ് ദൾ അവിടെ പ്രവർത്തിച്ചില്ലേ? ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചില്ലേ? അത് ഇവരാണ് എന്ന് വേണു വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും അല്ലല്ല, ശ്രീ പ്രേമേന്ദ്രന്റെ മറുപടിയിലുണ്ട്. അദ്ദേഹത്തെ അങ്ങ് അങ്ങയുടെ പക്ഷത്തേക്ക് ആക്കേണ്ട. ഒരു സെക്കൻഡ്, അദ്ദേഹത്തെ അങ്ങ് അങ്ങയുടെ പക്ഷത്തേക്ക് ആക്കണ്ട. അങ്ങ് പറഞ്ഞതിനുള്ള കൃത്യമായ മറുപടി ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ആങ്കറിംഗിന്റെ സമയം ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും, അങ്ങ് വഴിമാറും. ആങ്കർ എടുത്ത് പോകരുത് വേണു, എനിക്ക് റിക്വസ്റ്റ് ആണ്. അതൊന്നും കുഴപ്പമില്ല. ശ്രീ പ്രേമേന്ദ്രൻ പറയുമ്പോൾ ഇടപെട്ടില്ലല്ലോ. അങ്ങ് വളഞ്ഞു വഴി പോകുമ്പോൾ ഇടപെടുന്നു, അത്രയേ ഉള്ളൂ. അതെ,
വളഞ്ഞ വഴിയല്ല, നേരായ വഴി ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. അതാണ് യാഥാർത്ഥ്യം. വളഞ്ഞ വഴി പോകുന്നതല്ല. ഞാൻ സത്യസന്ധമായി ഈ രാജ്യതന്ത്രജ്ഞത എന്തായിരിക്കണമെന്നും രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് പറയുമ്പോൾ അതിനെ താങ്കളാണ് വളച്ചൊടിച്ചുകൊണ്ട് മറ്റു വഴിയിലേക്ക് വിടാൻ നോക്കുന്നത്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നും മുന്നേറണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇവർ പോയി കണ്ടപ്പോൾ അദ്ദേഹവും ഇവരും കൂടെ ചർച്ച നടത്തി ഒരു കൺസെൻസസിലേക്ക് വരുന്ന വിധത്തിൽ സംസാരങ്ങൾ ഉണ്ടായി എന്ന് ബഹുമാനപ്പെട്ട എം പി ഇവിടെ ഷെയർ ചെയ്തു. അത് മോശമായ കാര്യമാണ്. വളഞ്ഞ വഴിയാണോ അത്? അല്ല, ജോർജ് കുര്യനും സുരേഷ് ഗോപിയും എവിടെ? ജോർജ് കുര്യനും സുരേഷ് ഗോപിയും എവിടെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മാത്രമാണോ കേരളത്തിലുള്ളത്? അല്ലെങ്കിൽ അത് മാത്രമാണോ എം പിമാരുള്ളത്? ജോർജ് കുര്യനും സുരേഷ് ഗോപിയും എവിടെ? കേന്ദ്രത്തിൽ ജോർജ് കുര്യൻ പറഞ്ഞത് ഈ വിഷയത്തിൽ മിണ്ടാൻ കഴിയില്ല എന്നാണ്. എന്ന് മാത്രവുമല്ല ശ്രീ ചാക്കോ, എന്ന് മാത്രവുമല്ല, ആ വിദ്വാൻ പറഞ്ഞ ഒരു വാചകം കൂടെ അങ്ങ് എടുത്ത് കേൾക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ അങ്ങ് കേട്ട് കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചെന്ന് കേൾക്കണം. അദ്ദേഹത്തിന് ഈ പറഞ്ഞതാണ്, ഒരു സെക്കൻഡ്, ഞാൻ മന്ത്രിയായതുകൊണ്ട് ഈ കേസിനെ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസ് ആയതുകൊണ്ട് അവരെ ബാധിക്കാം. ഒരു മന്ത്രി പക്ഷം പിടിച്ചു പറഞ്ഞുവെന്ന് പറഞ്ഞാൽ കോടതിയിൽ വലിയ വിഷയമാണ്. അവിടെ എന്ത് നടന്നു എന്ന കാര്യം പറയുന്നതിൽ എന്താ തടസ്സം? ബജ്രംഗ് ദളുകാർ ഒരു കോടതിയെ സ്വാധീനിക്കുന്നുവെങ്കിൽ ശരിയായ വഴിയിലേക്ക് ഒരു കോടതിയെ ഓർമ്മപ്പെടുത്താൻ ഒരാളുടെ പ്രതികരണത്തിന് കഴിയുമെങ്കിൽ അത് നല്ല കാര്യമാണ്. അതെങ്ങനെ പക്ഷം പിടിക്കുന്നു എന്ന സംശയം ജോർജ് കുര്യനിൽ ഉണ്ടാക്കുന്നത്? വേണു, ജോർജ് കുര്യൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. അങ്ങ് പറയണം. സുരേഷ് ഗോപി പ്രതികരിക്കാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് ജോർജ് കുര്യൻ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ജോർജ് കുര്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ ജോർജ് കുര്യൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടത് സുരേഷ് ഗോപി തെറ്റാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ അവർക്ക് വേണ്ടിയെല്ലാം വക്കാലത്ത് പിടിക്കാനോ അവരെ എതിർക്കാനോ അവരെ അനുകൂലിക്കാനോ വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചതല്ല. ഞാൻ വന്നിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാനായിട്ട് സാധ്യമല്ല. അങ്ങയുടെ സഭയിലെ അടക്കമുള്ള സന്യസ്തരെ അകത്ത് പിടിച്ചിട്ട് മതപരിവർത്തനം, രാജ്യദ്രോഹം എന്നൊക്കെ പറഞ്ഞ് ഇടികൊടുക്കുന്ന അവസ്ഥയുണ്ടല്ലോ അല്ലേ? അതിൻ്റെ ആളുകളെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകളെയും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെയും അങ്ങ് ഒരേ കണ്ണിൽ ഒരേ സമനിരപ്പിലാണ് കാണുന്നത്. അത് ശരിയല്ല. അത് ആർക്കാണോ അടി കൊടുക്കാനുള്ള അമിതാധികാരം കിട്ടിയിരിക്കുന്നത് അവർക്കുള്ള ക്ലീൻ ചിറ്റാണ്. വേണു, ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ, സംസ്ഥാന തലത്തിലുണ്ടായ ഒരു കേസിന്റെ വിഷയത്തെ പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെങ്കിൽ സംസ്ഥാന സർക്കാർ പരിഹരിക്കണം. അത് സാധിക്കുന്നില്ലെങ്കിൽ പാർലമെന്റ് ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ ഇടപെട്ടിട്ടോ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടോ അത് പരിഹരിക്കണം. ഈ പരിഹരിക്കേണ്ട ആദ്യ രീതി നടക്കേണ്ടത് സംസ്ഥാനത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തെ പ്രതിപക്ഷം മിണ്ടിയില്ല എന്ന്. അപ്പൊ സംസ്ഥാന രാഷ്ട്രീയം താങ്കൾക്ക് കാണാൻ കഴിയാതിരുന്ന സിസ്റ്റർ രണ്ട് സിസ്റ്റർമാരെയും ശ്രീ പ്രേമേന്ദ്രനെ കാണാൻ കഴിഞ്ഞത് ഭൂപേഷ് ബാഗേൽ ഇടപെട്ടപ്പോഴാണ്. താങ്കൾ ഇപ്പോഴും ഭൂപേഷ് ബാഗലിന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭൂപേഷ് ബാഗലിന്റെ എന്തെങ്കിലും മൊത്ത വ്യാപാരം ഭൂപേഷ് ബാഗേൽ ഇടപെട്ടിട്ടാണ് ശ്രീ പ്രേമേന്ദ്രൻ അടക്കമുള്ളവർക്ക് നിങ്ങളുടെ സന്യസ്തരെ കാണാൻ പറ്റിയത്. എന്നിട്ട് ആ ഭൂപേഷ് ബാഗേൽ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഞാൻ ബാക്ക് ചെയ്യുന്നു എന്നുള്ള ന്യായമാവുക? അങ്ങനെ ഒരു അർത്ഥം എങ്ങനെയാണ് അതിന് വരിക? അതായത് പാർലമെന്റ് എംപിമാർക്ക് അവിടെ പോയിട്ട് ഇത്തരത്തിലൊരു കേസിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രതിപക്ഷ നേതാവ് വേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എംപിമാർക്ക് അവിടെ പോയി എഫ്ഐആർ ഇടിക്കുന്ന സ്ഥലമാണ്. ബജ്രംഗ് ദൾ കോടതിയാകുന്ന സ്ഥലമാണത്. അല്ലല്ലല്ല, അങ്ങനെയാണെങ്കിൽ അനൂപ് ആന്റണി എം പി ആണോ? അല്ല. അവിടുത്തെ പ്രതിപക്ഷ നേതാവാണോ? അല്ല. പക്ഷെ കയറാൻ പറ്റില്ല. അതാണ് വെള്ളരിക്ക പട്ടണം അല്ലെങ്കിൽ ബനാന റിപ്പബ്ലിക്. ഒരു സെക്കൻഡ് ശ്രീ പ്രേമൻ, എനിക്ക് ശ്രീ അൽകുമാറിലേക്ക് പോകണം. അതിന് മുമ്പ് ശ്രീ പ്രേമൻ വേഗം. അല്ലല്ല, ഞാൻ ഒറ്റ കാര്യം, ഇദ്ദേഹം ആരെ പ്രതിനിധീകരിച്ചാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. ഞാൻ നേരത്തെയുള്ള സംഭാഷണം പൂർണ്ണമായും കേട്ടില്ല. ഞങ്ങൾക്ക് നിയമാനുസൃതമായി ഞങ്ങൾ അപേക്ഷ കൊടുത്തു, 12:30 സമയം തന്നു. അത് കഴിഞ്ഞ് 1:30 1:30 മണിയായപ്പോൾ ഞങ്ങളോട് പറയുന്നു അടുത്ത ദിവസമേ കാണാൻ കഴിയൂ. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംഘവും അവിടെ വന്ന് അവരെ സന്ദർശിച്ച് തിരിച്ചുപോയി. ആ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി സംസാരിച്ച് അവരുടെ നിർദ്ദേശാനുസരണം അവരോടൊപ്പമാണ് ഞങ്ങൾ ജയിൽ ഗേറ്റിൽ ചെല്ലുന്നതും
ധർണ നടത്തും, അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നത് മുൻ മുഖ്യമന്ത്രിയാണ്. ആ ഒരു ഘട്ടത്തിൽ ആ മുൻ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടാണ്, MLA-മാർ അടക്കമുള്ളവർ ഇടപെട്ടിട്ടാണ് സത്യത്തിൽ ഞങ്ങൾക്ക് അവരെ കാണാൻ കഴിഞ്ഞത്. അവർ ഞങ്ങളോടൊപ്പം ജയിലിനകത്ത് വന്നു, മുഴുവൻ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു. ശരി ശരി, ഇതൊക്കെ അങ്ങ് വിശദീകരിച്ചതാണ്. പക്ഷേ കേൾക്കാനുള്ള മനസ്സില്ല സഭയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ ഇരിക്കുന്നയാളിന്. എനിക്ക് ഡോക്ടർ ചാക്കോയോട് വ്യക്തിപരമായി ഭയങ്കര ബഹുമാനമുള്ള ഒരാളാണ്. അങ്ങയുടെ ഒരു അനാഥരോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കരുതുകയും ചെയ്യരുത്. അങ്ങ് സംസാരിക്കുന്ന വാദത്തിന് മറുവാദം പറയുന്നുള്ളൂ. അല്ല, ക്ഷമിക്കണം, ശ്രേൽകുമാർ തീരെ സമയം കിട്ടിയിട്ടില്ല. ശ്രേൽകുമാർ, ഇവിടെ ഇരുന്നു കൊണ്ട് ജോർജ് കുര്യനെ വെള്ളപൂശുന്നു, ഇവിടെ ഇരുന്നുകൊണ്ട് കമ എന്ന അക്ഷരം പറയാത്ത സുരേഷ് ഗോപിയെ വെള്ളപൂശുന്നു. ഇവർക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ ശ്രേൽകുമാർ? അല്ല, ഇത് കേരളീയ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രാദേശിക പ്രശ്നമാണോ? ഇത്തരത്തിലുള്ള രണ്ട് മലയാളികളായതുകൊണ്ടാണോ ഈ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നത്? രണ്ട് കന്യാസ്ത്രീകൾ മലയാളികളായതുകൊണ്ട് ജയിലിൽ കിടക്കുകയാണോ? ഇത് കേരളീയ സമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണോ? കേരളീയ സമൂഹത്തിൻ്റെ ഉത്കണ്ഠ നരേന്ദ്രമോദിയെയും അതുപോലെ അമിത്ഷായെ അറിയിച്ചു എന്ന് ബഹുമാനപ്പെട്ട NK പ്രേമേന്ദ്രൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രശ്നമല്ലേ ഇത്? ഇവിടുത്തെ മതസ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ലേ ഇത്? ഭരണഘടനയുടെ 25-ാം വകുപ്പനുസരിച്ച് റൈറ്റ് ടു പ്രൊഫസ് എനി റിലിജിയൻ, പ്രൊപ്പഗേറ്റ് ദി റിലിജിയൻ ഭരണഘടന വായിച്ചിട്ടില്ലേ? അതിന് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ല എന്ന് നീ ലോകസഭയിൽ പറയണ്ടേ, രാജ്യസഭയിൽ പറയണ്ടേ? അങ്ങനെ പറയുമ്പോൾ 5 MP-മാർ രാജ്യസഭയിലുണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന്. അതിൽ 4 കോൺഗ്രസ്സാണ്. 4 കോൺഗ്രസ് MP-മാർ ഛത്തീസ്ഗഡിൽ നിന്നുണ്ട്. എന്താ UDF MP-മാരുടെ പ്രതിഷേധം? രാഹുൽ ഗാന്ധിയുടെ ട്രീറ്റ്. ഒരു സെക്കൻഡ്, ശ്രേൽകുമാർ, ലോക്സഭയിലേക്ക് 4 കോൺഗ്രസ് MP-മാരുണ്ടെന്നാണോ പറഞ്ഞത്? അല്ലല്ല, രാജ്യസഭയിൽ ശരി ശരി, രാജ്യസഭയിൽ 4 കോൺഗ്രസ് MP-മാരുണ്ട്. രാജീവ് ശർമ്മ, രഞ്ജിത്ത് രഞ്ജൻ, ഫുലോദേവി നേതം, KTS തുളസി, 4 പേർ ഛത്തീസ്ഗഡിൽ നിന്നും കോൺഗ്രസിന് രാജ്യസഭയിലുണ്ട്. ഇനി ലോകസഭയിൽ 1.5 മിനിറ്റ് കഷ്ടി, വേഗം ശ്രേൽകുമാർ. കേരളത്തിന്റെ പ്രശ്നമാണോ ഇത്? രാഹുൽ ഗാന്ധി എന്താണ് ഈ 100 MP-മാരുമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കാത്തത്? ഇത് കേരള സമൂഹത്തിന്റെ പ്രശ്നമാണോ? കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ട് UDF-ന് വേണം. അതുകൊണ്ട് 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ എന്തോ കാണിച്ചു എന്ന് UDF-ന് പറ്റിക്കണം. നിങ്ങൾ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും മുമ്പിൽ ഒറ്റുകൊടുത്തു, ഭരണഘടന ഒറ്റുകൊടുത്തു. ഞങ്ങൾ പറയുന്നു ഇത് മതനിരപേക്ഷതയുടെ പ്രശ്നമാണ്. ഇത് ഭരണഘടന പ്രകാരം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക്, മറ്റു മതന്യൂനപക്ഷങ്ങൾക്കുള്ള റൈറ്റിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ബജരംഗദളിനെ പോലുള്ള ആൾക്കൂട്ട സംഘത്തെ അഴിച്ചുവിട്ടത് BJP RSS-ഉമാണ്. ഇത്രയും നാളും ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളോട് ഒരുമിച്ച് മുസ്ലിമിനെ അടിച്ചേക്കാം, ഇതായിരുന്നു ഇവരുടെ പൊളിറ്റിക്സ്. ക്രിസ്ത്യാനികളെ കൂട്ടി ഹിന്ദുക്കളോട് ചേർന്ന് മുസ്ലിമിനെ തല്ലണം, പൊതുശത്രു മുസ്ലിം. ഇതാണ് ഇന്ത്യ രാജ്യത്തെ BJP-യുടെ പൊളിറ്റിക്സ്. കേരളത്തിൽ ഈ കിരീടമൊക്കെ വെച്ച് 4 സീറ്റ് കിട്ടാൻ വേണ്ടി പറ്റുമെന്ന് നോക്കിയിട്ട് തൽക്കാലം ഒന്ന് കൂട്ടി പിടിച്ചിട്ടേ ഉള്ളൂ. ശരി, അടി ഉറപ്പാണ് 2 കൂട്ടർക്കും. അതുകൊണ്ട് തന്നെ പറയട്ടെ, UDF-ന്റെ ഒറ്റ രാഷ്ട്രീയം തിരുത്തണം. നിങ്ങൾ അമിത്ഷയുടെ അടുത്ത് പോയിട്ട് ചർച്ച നടത്തി. അത്ര ഗൗരവമുള്ളൊരു വിമർശനം. ശരി, അല്ലല്ല, ശ്രീ അനിൽകുമാർ നേരത്തെ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടരുത് എന്ന് CPM ആഗ്രഹിക്കുന്നുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ് അടക്കം രാജ്യസഭയിലെ രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് അടക്കം ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഞങ്ങളുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ച് ചർച്ച നടന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് നിവേദനം നൽകി ഞങ്ങളെ കൂടെ ഇത് ചർച്ച ചെയ്തു. ഒറ്റുകൊടുത്തതാണോ ജോൺ ബ്രിട്ടാസ്? മര്യാദ വേണ്ടേ പറയുന്നതിന്? നിങ്ങളുടെ മുഴുവൻ MP-മാരും CPM-യുടെയും CPM-ന്റെയും മുഴുവൻ MP-മാരും ഈ ചർച്ചയിൽ പങ്കെടുത്തു. അമിത്ഷാ ന്യായീകരിച്ചോ? ജോൺ ബ്രിട്ടാസ് അമിത്ഷാ ന്യായീകരിച്ചോ? ഞങ്ങൾ ന്യായീകരിച്ചോ? നിങ്ങളെ പോലെ ഞങ്ങളാരെങ്കിലും ന്യായീകരിച്ചോ? പറയുന്നതിന് ഔചിത്യം വേണം. പ്രശ്നമാണ്. ഏതോ ഒരു സെഷൻസ് കോടതിയുടെ പ്രശ്നമാണ്. ശരി 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 പക്ഷേ ഡോക്ടർ ചാക്കോ ഒരു കാര്യത്തിൽ കൂടെ ക്ലാരിറ്റി വേണം. ഡോക്ടർ ചാക്കോ ഒരു കാര്യത്തിൽ കൂടി ക്ലാരിറ്റി വേണം. അല്ലല്ല, ഒരു സെക്കൻഡ്. രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോ രാത്രിയിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തിനെ കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനായിട്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു കാര്യം മതി ക്ലാരിറ്റിക്ക്. ഡോക്ടർ ചാക്കോ, ഇന്നിപ്പോൾ ഈ ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പറയുകയുണ്ടായി, ഏതായാലും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല, അടുത്ത കേക്കും കൊണ്ട് വരട്ടെ, അപ്പോൾ നോക്കാമെന്ന്. പാമ്പ്ളാനി പറഞ്ഞു കേക്കിൽ സുവിശേഷത്തിന്റെ ആദർശം ഞങ്ങൾ മറക്കില്ല എന്ന്.
പാമ്പ്ലാനി പറഞ്ഞത് ഒരു പരിപാടിയിൽ ആവേശം കൊള്ളിക്കാൻ, ഈ പരമാധ്യക്ഷൻ പറഞ്ഞത് മാധ്യമങ്ങളോട്. രണ്ടു പേരും അല്ലെങ്കിൽ നാളെ കാണാനിരിക്കുന്ന ഈ പറയുന്ന ആൻഡ്രൂസ് താഴത്ത് മുഖമടച്ച് ഇതേ വാചകം പറയുമോ ഇല്ലയോ, അതാണ് അറിയേണ്ടത്. ആ കാര്യത്തിലൊരു ക്ലാരിറ്റിയാണ് ഏറ്റവും പ്രധാനം ഈ വിഷയത്തിൽ. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.